നമസ്കാരം. ശുക്രനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ശുക്രൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറുകയാണ്. ജൂലൈ 31 വരെ കർക്കിടകം രാശിയിൽ തന്നെ ശുക്രൻ തുടർന്ന് പോരുന്നതാകുന്നു. കർക്കിടകം രാശിയിലേക്ക് മാറുമ്പോൾ അത് ചില രാശിക്കാരെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതിന് സഹായകരമായി തീരും. ശുക്രൻ ചില സൗഭാഗ്യങ്ങൾ ഇവർക്ക് നൽകും എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങൾ, ചില അനുകൂലമായ ഫലങ്ങൾ, പ്രതീക്ഷിക്കാതെ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഏതെല്ലാം രാശിക്കാർക്കാണ് ശുക്രൻ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശി മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് ശുക്രന്റെ ഈ മാറ്റം അനുകൂലമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക. പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതായ ഒരു സമയമായി മാറും. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സൗഹൃദവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം ഓർക്കുക. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരുന്നതുമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനും സഹായകരമായി തീരും. വീട് പണി തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ജോലികൾ അത് പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. വാഹനങ്ങൾ സ്വന്തമാക്കുവാനും ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ഗൃഹം, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതായ സമയമാണ് എന്ന കാര്യം ഓർക്കുക. ധനപരമായ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായും ഈ സമയം സംഭവിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനാൽ ശരിയായ രീതിയിൽ തന്നെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടുള്ളതല്ല. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. പല രീതിയിലുള്ള ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. അത് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകുന്നതിനും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനും അനുകൂലമാണ് സമയം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയം എന്ന കാര്യം ഓർക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലവിധ നേട്ടങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ ചില സൗഭാഗ്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ തേടിയെത്തും. പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് ശുക്രന്റെ ഈ മാറ്റം അനുകൂലമായ ഫലങ്ങൾ അത് ജോലിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരും. തീർച്ചയായും ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഒരിക്കലും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കന്നി രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. പലപ്പോഴും പല രീതിയിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്ന കാര്യം ഓർക്കുക. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനവരവ് വന്നു ചേരുന്നതിനും ലാഭം ലഭിക്കുന്നതിനും സഹായകരമാണ് ഈ സമയം. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരും. പെട്ടെന്ന് തന്നെ തീരുമാനമാകുന്നു എന്നതാണ് വാസ്തവം. അത്തരത്തിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പറയുന്നത് പുതുഫലമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മാനസികപരമായ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ചില പിരിമുറുക്കങ്ങൾ, ചില വിഷമങ്ങൾ അത് ഒഴിഞ്ഞു പോകുന്നതായ സമയം എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ കന്നി രാശിക്കാർക്ക് ഈ സമയം ശുക്രനുമായി ബന്ധപ്പെട്ട്
അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. അത് ജീവിതത്തിൽ പല ഇടങ്ങളിലും പല സമയങ്ങളിലും നിങ്ങൾക്ക് അത് പ്രകടമാവുക തന്നെ ചെയ്യും. ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർ അറിയേണ്ടത്, നിങ്ങളുടെ 9ാം ഭാവത്തിലാണ് ശുക്ര രാശിമാറ്റം സംഭവിക്കുന്നത്. അതിനാൽ തന്നെ പല രീതിയിലുള്ള അനുകൂലമായ ഘടകങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലവിധ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് മറികടക്കുവാൻ സഹായകരമാണ് ഈ സമയം. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം അപ്രതീക്ഷിതമായി തന്നെ നിങ്ങൾക്ക് ഭാഗ്യക്കുറി അല്ലെങ്കിൽ മറ്റു രീതിയിലൂടെയും ധനം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ധനപരമായ നേട്ടങ്ങൾ അത്തരത്തിൽ പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയിൽ നിന്നും ചതി സംഭവിക്കാനുള്ള സാധ്യതയോ കൂടുതലാകുന്നു. ധനപരമായ നഷ്ടങ്ങൾ അത് ശ്രദ്ധക്കുറവിനാലും സംഭവിക്കാം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ഈ സമയം തടസ്സങ്ങളെ മറികടന്ന് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സഹായകരമായ സമയം. എന്നാൽ അശ്രദ്ധ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ നിങ്ങളുടെ 5ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. തന്മൂലം നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങളാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. ധനപരമായ ഉയർച്ച ഇവർക്ക് വന്നു ചേരാം. ലോട്ടറി വന്നു ചേരുവാൻ അഥവാ ഭാഗ്യക്കുറി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ പല രീതിയിലൂടെയും പണം കൈകളിലേക്ക് വന്നു ചേരാം. മറ്റു നറുക്കെടുപ്പുകളുമായി ബന്ധപ്പെട്ടും പണം കൈകളിലേക്ക് വന്നു ചേരാം. പല വസ്തുക്കളും സമ്മാനമായി ലഭിക്കുകയോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും കടന്ന് വരാവുന്നതാകുന്നു. കലാകാരന്മാർക്ക് അവസരങ്ങൾ അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുക, അംഗീകാരങ്ങൾ തേടിയെത്തുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം രോഗബാധിതരായ വ്യക്തികൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്ന സമയം കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. ധനപരമായി അത്തരം നേട്ടങ്ങളും രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിയുന്ന സമയവും എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ പൊതുവെ നോക്കുകയാണ് എങ്കിൽ മീനം രാശിക്കാർക്ക് ശുക്രനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. എന്നാൽ ഈ സമയം ചെലവ് അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അമിതമായി വന്നു ചേരുന്ന ഇത്തരം ചെലവുകൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഈ സമയം ഏറ്റവും ശുഭകരം. പൊതുവിൽ നിങ്ങൾക്ക് ശുഭകരമാണ് സമയം. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.